നമ്മുടെ ജീവിതത്തിൽ ഈ തീഷ്ണത നഷ്ടപ്പെട്ടു പോകാൻ കാരണം ചില അനുഭവങ്ങൾ ജീവിത പങ്കാളിയിൽ നിന്ന് ഒരു തിക്താനുഭവം ഉണ്ടായാൽ ഉടനെ തീരുമാനിക്കും ഇനി മുതൽ പ്രാർത്ഥിക്കുന്നില്ല. അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടായാൽ ഉടനെ മനസ്സിൽ നിന്ന് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം, പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി, പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് അല്പം പോലും വിശ്വാസമില്ലെന്നുള്ള പ്രത്യേകത. പ്രാർത്ഥിച്ചിട്ട് ഇത്രയും നാൾ പള്ളിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഇത്രയും നാൾ ജപമാല ചൊല്ലിയിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് എന്ത് കിട്ടിയെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അയാൾ അല്പം വിശ്വാസിയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് നിർവീര്യമായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന്റെ അടയാളമുണ്ട്, പരിശുദ്ധാത്മാവ് നിർവീര്യമായതിന്റെ അടയാളമുണ്ട്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് ആത്മീയ ദാഹമാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന്റെ ഏറ്റവും ശക്തമായ അടയാളം ആത്മീയ ദാഹമാണ്. ഹല്ലേലൂയ. ഈ വായിച്ചയുടെ പദത്തില് 2:46 അവർ ഏകമനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒരുമിച്ചു. അവർ ഏകമനസ്സോടെ താല്പര്യപൂർവ്വം ദേവാലയത്തിൽ ഒരുമിച്ചു. 47 അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പ്രീതിക്ക് കാരണമാവുകയും ചെയ്തു. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആത്മീയ ദാഹം നിറഞ്ഞ് ദൈവത്തോട് അടുക്കുന്നത് അതത് രക്ഷയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ആത്മീയ ദാഹത്തോടുകൂടി നമ്മുടെ പ്രാർത്ഥനകൾ മുന്നോട്ട് പോകണം. ആത്മീയ ദാഹമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണ് ദൈവത്തിന്റെ കൃപകൾ വർഷിക്കപ്പെടുന്നത്. ആത്മീയ ദാഹം ഉണ്ടാകുമ്പോൾ ഈ പള്ളിയിൽ പോകാനും ഒന്ന് ചെല്ലാനുള്ള ഒരു ദാഹം ശക്തമായിട്ട് നൽകും. അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ മണിക്കൂറുകളോളം കർത്താവിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രേരണ ലഭിക്കും. അതാണ് ആത്മീയ ദാഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, അതായത് പൗലോസ് ശ്ലീഹായ്ക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയതിനു ശേഷം 13-ാമത്തെ അധ്യായം മുതൽ പൗലോസ് ശ്ലീഹായുടെ യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്ര ആദ്യം അന്ത്യോക്യയിൽ യാത്ര ചെയ്യുന്നു, പിന്നീട് ഇക്കോണിയത്തിലൂടെ യാത്ര ചെയ്യുന്നു. ലിസ്ട്രായിൽ എത്തുമ്പോൾ 14-ാമത്തെ അധ്യായം ലിസ്ട്രായിൽ എത്തുമ്പോൾ സംഭവമുണ്ട്. അതായത് 14-19 അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്ന് അവിടെ എത്തിയ യഹൂദർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലെറിയിച്ചു. മരിച്ചു പോയെന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റും കൂടിയപ്പോൾ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ചു. ഹല്ലേലൂയ. എന്നാണ് ഈ സ്ഥലത്ത് വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് മുഴുവൻ കല്ലേറുണ്ട്. ഈ കല്ലെറിഞ്ഞവർ ഇട്ടിട്ട് പോകാൻ കാരണം പൗലോസ് മരിച്ചെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ മരിച്ചു എന്ന് കരുതി പോയി ആളുകൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അടുത്ത് വന്നപ്പോൾ വീണ്ടും പൗലോസ് ചാടി എഴുതിട്ടു. പിറ്റേ ദിവസം അടുത്ത ദിവസം ബർന്നബാസ് മൊത്ത് അവൻ ദർബോയിലേക്ക് പോയി ആ നഗരത്തിലും അവർ സുവിശേഷം പ്രസംഗിച്ച് പലരെയും ശിഷ്യരാക്കി. ഇങ്ങനെ ഈ വേദനകളും കല്ലേറും ഉണ്ടായിട്ട് പിറ്റേ ദിവസവും സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ ഉള്ളിൽ എന്തുണ്ടാകണം? പരിശുദ്ധാത്മാവിന്റെ ദാഹം, പരിശുദ്ധാത്മാ അല്ലെങ്കിൽ ആത്മീയ ദാഹം നടന്നതുകൊണ്ടാണ്. പലരുടെയും ജീവിതത്തിന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ വിശ്വാസം, ദേവാലയവുമായിട്ടുള്ള ബന്ധം, ജപമാലയുമായിട്ട് ബന്ധം മുറിഞ്ഞു പോകാനുള്ള കാരണം ചില മുറിവുകൾ ഉണ്ടായതുകൊണ്ടാണ്. ഒന്ന് പള്ളിയിൽ നിന്ന്, അല്ലെങ്കിൽ വൈദികരിൽ നിന്ന്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത പ്രാർത്ഥനക്കാരിൽ നിന്ന്, വിശ്വാസികളിൽ നിന്നൊക്കെ മുറിവുകൾ ഉണ്ടായി ആദ്യം നമ്മൾ നിർത്താൻ ആഗ്രഹിക്കുന്നത് ഇനി പ്രാർത്ഥനയില്ല. വചനം എഴുതിയിരിക്കുന്നത് ഈ വചനം പ്രസംഗിച്ചതിന്റെ പേരിലാണ് ഈ കല്ലേറുണ്ടായത്. കല്ലെറിഞ്ഞ് വീണ് മരിച്ചെന്ന് കരുതി ഇട്ടിട്ട് പോയവരുടെ ചാടി എഴുന്നേക്കുവാണ് അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയും. ചാടി എഴുന്നിട്ട് പിറ്റേ ദിവസം പൗലോസിന് ആഗ്രഹം കുറച്ചുകൂടെ തീക്ഷ്ണമായിട്ട് വചനം പറയാം. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ മേഖലയിൽ നിശബ്ദരാക്കുന്ന സഹനങ്ങളുണ്ട്. ആ ആത്മീയ മേഖലയിലെ തീഷ്ണത നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്. ദൈവാനുഭവം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചില നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഉള്ളിൽ ആത്മീയ ദാഹം നിറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എവിടെയൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നോ, എത്രയൊക്കെ സങ്കടങ്ങൾ ഉണ്ടാകുന്നുവോ, പ്രതികൂല സാഹചര്യങ്ങൾ വീട്ടിലോ നമ്മുടെ സമൂഹത്തിലോ ഉണ്ടായാലും ഇപ്പോഴിരിക്കുന്ന ആത്മീയതയെക്കാളും അല്പവും കൂടെ ഒരു പടി ഉയർന്ന തീഷ്ണമതിയായിട്ട്. ഹല്ലേലൂയ. കല്ലെറിഞ്ഞ് അല്ലെങ്കിൽ മരിച്ചു എന്ന് കരുതി ഇട്ടിട്ട് പോയപ്പോഴും പൗലോസിന്റെ ഉള്ളിലെ തീ കെട്ടിട്ടില്ല. വീണ്ടും പറയുന്നുണ്ട്, അതായത് അടുത്ത സ്ഥലം മക്കതോനിയായി
മക്കെദോനിയയിൽ പോയി മക്കെദോനിയയിൽ വചനം പ്രസംഗിക്കുമ്പോൾ പൗലോസിനെ ആ സ്ഥലത്ത് മക്കെദോനിയ ചെന്ന് ഉടനെ ചെയ്തത് പൗലോസിന്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി പീഡിപ്പിച്ചു. വസ്ത്രം ഉരിഞ്ഞു മാറ്റി പീഡിപ്പിച്ചു. ഇങ്ങനെ വലിയൊരു പീഡനം പൗലോസേറ്റു. ഇങ്ങനെ പൗലോസിന്റെ സഹനങ്ങൾ മുഴുവൻ കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങൾ എഴുതിയിട്ടുണ്ട്. കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള തിരുവചനം. 2 കൊറിന്തോസ് 11:23. അവർ ക്രിസ്തുവിന്റെ ദാസന്മാരാണ്. ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവട്ടത്തിലകപ്പെട്ടു. 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നുപുറകെ 40 അടി വീതം ഞാൻ കൊണ്ടു. 3 പ്രാവശ്യം വടി കൊണ്ട് അടിക്കപ്പെട്ടു. ഒരിക്കൽ കല്ലെറിയപ്പെട്ടു. 3 പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു. ഒരു രാത്രിയിൽ ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതിയിൽ നിന്ന് എനിക്ക് അപകടങ്ങൾ ഉണ്ടായി. നഗരത്തിൽ വെച്ചും വിജന പ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങൾ അകപ്പെട്ടു. വ്യാജ സഹോദരന്മാർ എന്നുള്ള അപകടങ്ങൾക്ക് ഞാൻ അധീനനായി. കഠിനാധ്വാനത്തിൽ വിഷമസന്ധിയിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു നീണ്ട പരമ്പര തിക്താനുഭവങ്ങളുടെയാണ്. ഇത് പൗലോസിന്റെ യാത്രയിൽ ഓരോ സ്ഥലത്തും പോയപ്പോൾ കിട്ടിയ സഹനങ്ങളാണ്. തീഷ്ണതയിൽ വല്ലതും കുറവുണ്ടോ? ആത്മീയ മുറിവിൽ എന്തെങ്കിലും കുറവുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഈ തീഷ്ണത നഷ്ടപ്പെട്ടു പോകാൻ കാരണം ചില അനുഭവങ്ങൾ ജീവിത പങ്കാളിയിൽ നിന്ന് ഒരു തിക്താനുഭവം ഉണ്ടായാൽ ഉടനെ തീരുമാനിക്കും ഇനി മുതൽ പ്രാർത്ഥിക്കുന്നില്ല. അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടായാൽ ഉടനെ മനസ്സിൽ നിന്ന് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം, ഈ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് അല്പം പോലും വിശ്വാസമില്ലെന്നുള്ള പ്രത്യേകത. പ്രാർത്ഥിച്ചിട്ട് ഇത്രയും നാൾ പള്ളിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഇത്രയും നാൾ ജപമാല ചൊല്ലിയിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് എന്ത് കിട്ടിയെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അയാൾ അല്പം വിശ്വാസിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും അങ്ങനെ ഒരു ചോദ്യം, നിങ്ങൾ വിശ്വാസ മേഖലയിൽ നിൽക്കുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും ഈ ചോദ്യം ചോദിക്കാൻ പാടില്ല. നിങ്ങളുടെ ഉള്ളിൽ ആത്മീയ തീഷ്ണത ഓരോ സഹനങ്ങളിലും പ്രതികൂലമായ സാഹചര്യങ്ങളിലും തിക്താനുഭവങ്ങളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. നിസ്സാര കാരണങ്ങൾ കൊണ്ട് വിശുദ്ധ കുർബാനയും ആത്മീയ ശുശ്രൂഷയും നിർത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് യാന്ത്രികമായ വിശ്വാസമാണ്. ആരെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ പള്ളി പോകുന്നവരുണ്ട്, അമ്മ നിർബന്ധിച്ചതിന്റെ പേരിൽ കുമ്പസാരിക്കാൻ പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ എല്ലാവരും മുട്ടുകൂത്താൻ ഇരിക്കുന്നതിന്റെ പേരിൽ കൊണ്ടെടുക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള വിശ്വാസം എന്ന് പറയുന്നത് യാന്ത്രികമായ വിശ്വാസമാണ്. ഇത് ആത്മീയ ദാഹമല്ല. ആത്മീയ ദാഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാതെ ജീവിക്കാൻ പറ്റില്ല. അത് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ജപമാല ചൊല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. കർത്താവിന്റെ സ്നേഹം എനിക്ക് ഉത്തേജനം നൽകുന്നു എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുമ്പോൾ ഈ ആത്മീയ തീഷ്ണത എത്രമാത്രം വലുതായിരുന്നു. ആത്മീയത തീഷ്ണത നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഈ കാലഘട്ടത്തിലെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. അപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന്റെ ഒന്നാമത്തെ അടയാളമാണ് ആത്മീയ തീഷ്ണത. ഹല്ലേലൂയ. ആത്മശോധന ചെയ്യണം. ആത്മീയ തീഷ്ണതയുള്ളതാണോ യാന്ത്രികമായ വിശ്വാസമുള്ളതാണോ? തീഷ്ണതയുള്ള ആളുകൾക്ക് അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന്റെ ശുശ്രൂഷ ജീവിൻ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന മാറ്റിവെച്ചിട്ടോ കൂട്ടായ്മകളിൽ പങ്കെടുക്കാതിരിക്കുകയോ ഇരുന്നിട്ടോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതിരുന്നിട്ടോ അല്ല നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടത്, ആത്മീയ തീഷ്ണത വർദ്ധിക്കേണ്ടത്. ഒരു മാസം റെസ്റ്റ് എടുത്തേക്കാം പ്രാർത്ഥനയിൽ. ഇങ്ങനെ റെസ്റ്റ് എടുത്തത് കൊണ്ടോ കുറെ നാള് പള്ളിയിൽ പോകാതിരുന്നേക്കാം, കുറെ നാള് കൊന്തയില്ലാതിരുന്നേക്കാം. ഇങ്ങനെ മാറ്റിവെക്കുന്നത് വഴിയായിട്ടല്ല ആത്മീയ തീഷ്ണത വർദ്ധിക്കുന്നത്. നീ വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, വില കൊടുത്ത് പള്ളിയിൽ പോകാൻ തുടങ്ങുമ്പോൾ, ത്യാഗമെടുത്ത് ഉപവാസമെടുത്ത് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ നിന്റെ ഉള്ളിലെ തീഷ്ണത വർദ്ധിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന്റെ ഒന്നാമത്തെ അടയാളമാണ് ആത്മീയ തീഷ്ണത. രണ്ടാമത്തതാണ് ഈ ദൈവാശ്രയം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദൈവാശ്രയം. എന്താണ്? എന്ത് കാര്യത്തിലും ജീവിതത്തിൽ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും ദൈവത്തെ മുഴുവൻ പിടിക്കുക. സങ്കീർത്തനത്തിന്റെ പുസ്തകം 118-ാമത്തെ അധ്യായം
സങ്കീർത്തനത്തിന്റെ പുസ്തകം 118 അധ്യായത്തിൽ സങ്കീർത്തനം 118:5 861 പേജ്. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഹല്ലേലൂയ. ഈ ഒരു ദുരിതങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ഉടനെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ട് എന്നെ മോചിപ്പിച്ചു. കർത്താവ് എന്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവ് എന്റെ പക്ഷത്തുണ്ട്, ഞാൻ എന്റെ ശത്രുക്കളുടെ പതനം കാണും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം എടുത്തത് നല്ലത്. ഹല്ലേലൂയ. ഈ ദൈവാശ്രയം നമുക്ക് രോഗം വരുമ്പോൾ, പ്രഭാഷകന്റെ പുസ്തകം 38:9, അങ്ങനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തെ ആശ്രയിക്കുക. ഇത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന്റെ അടയാളമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മനുഷ്യനിൽ ആശ്രയിക്കുന്ന നേരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. ചില വ്യക്തികളിൽ ആശ്രയിക്കുക, ചില പ്രശ്നങ്ങൾക്ക് ചില വ്യക്തികളുടെ സഹായം തേടുക. ഏത് പ്രതിസന്ധി വന്നാലും ദൈവത്തെ ആശ്രയിക്കുന്നവരായി തീരുക. സങ്കീർത്തനത്തിന്റെ പുസ്തകം 107 അധ്യായം മുഴുവൻ, ഒരു അധ്യായം മുഴുവൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വചനമാണ്. അതായത് 107 അധ്യായത്തിൽ ഞാൻ അപ്പോൾ എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനോട്, അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. ഹല്ലേലൂയ. ഒരധ്യായം മുഴുവൻ പല ആവർത്തി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന വചനമാണ്. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ 107:6 ഇങ്ങനെയുള്ള പല വചനങ്ങൾ. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവരുടെ കഷ്ടതയിൽ അവിടുന്ന് അവരെ രക്ഷിച്ചു. 8ാമത്തെ വചനം. ഇങ്ങനെ പല വചനങ്ങളില് ഈ കഷ്ടതയും ഞെരുക്കുകൾ വരുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്നവരായിത്തീരും. ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിലും പ്രയാസങ്ങളിലും ദൈവത്തെ ആശ്രയിക്കുന്നവരായിത്തീരും. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ ലഭിച്ച ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ് പ്രതിസന്ധികളിൽ ദൈവത്തെ ആശ്രയിക്കുന്നവരായിത്തീരും. അവരുടെ ഞെരുക്കങ്ങളിൽ ദൈവത്തെ ആശ്രയിക്കുന്നവരായിത്തീരും. പീഡനങ്ങളിൽ ദൈവത്തെ ആശ്രയിക്കുന്നവരായിത്തീരും. ഇതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, മക്കളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ നമുക്ക് ഒത്തിരിയധികം അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ, ഒറ്റപ്പെടലുണ്ടായാൽ, തിക്താനുഭവമുണ്ടായ എല്ലാം ദൈവത്തിന് സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഏത് സങ്കടങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിത്തീരുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിതത്തിൽ എത്ര പ്രയാസങ്ങളിലും ദൈവത്തെ കണ്ടുമുട്ടി നമ്മൾ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവരെയൊക്കെ ദൈവം രക്ഷിക്കുന്നു. നമുക്ക് പ്രതിസന്ധികളും ഞെരുക്കുകളും കഷ്ടപ്പാടുകളും മക്കളുടെ ജീവിതത്തിൽ, മകന്റെ ജീവിതത്തിൽ, മകളുടെ ജീവിതത്തില്, ജീവിത പങ്കാളിയുടെ മേഖലയില്, കുടുംബത്തിലെ സാമ്പത്തിക മേഖലയില് ഞെരുക്കങ്ങൾ, ജോലിയില്ലാതെ വരുമ്പോൾ, ഒരു പ്രതിസന്ധിയില് ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിത്തീരുക. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആശ്രയം, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം ഉത്തരം നൽകും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ പ്രത്യേകതയാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതിന്റെ അടയാളമാണ്. അവൻ എല്ലാ കാര്യങ്ങളിലും വലിയ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയായിട്ട്. മൂന്നാമത്തെ പ്രത്യേകതയാണ്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി പ്രവർത്തിക്കുന്നതിന്റെ അടയാളമാണ് ഈ ആന്തരിക സമാധാനം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഈ മനസ്സമാധാനം, ഉള്ളിൽ സമാധാനമുള്ളവരായിത്തീരുക, ഉള്ളിൽ ആന്തരിക സമാധാനം അനുഭവിക്കുക. അപ്പോസ്തലപ്രവർത്തനത്തിന്റെ പുസ്തകം 12ാമത്തെ അധ്യായം, അപ്പോസ്തലപ്രവർത്തനത്തിന്റെ പുസ്തകം 12ാമത്തെ അധ്യായത്തിൽ ഈ പത്രോസിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന ഒരു ഭാഗം. പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ച് വിചാരണ ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ 12ാമത്തെ അധ്യായം, അപ്പോസ്തലപ്രവർത്തനത്തിന്റെ പുസ്തകം 12ാമത്തെ അധ്യായം 1 മുതൽ വായിക്കും. 12. അക്കാലത്ത് ഹെറോദസ് രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവർ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി. യഹൂദരെ ഇത് സന്തോഷിപ്പിച്ചത് കണ്ട് അവർ പത്രോസിനെയും ബന്ധനസ്ഥനാക്കാൻ ഒരുവിട്ടു. അത് കുറിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസങ്ങളായിരുന്നു. അവനെ കാരാഗ്രഹത്തിൽ അടച്ചതിന് ശേഷം 4 ഭടന്മാർ വീതമുള്ള 4 സംഘങ്ങളെ അവർ കാവലിന് നിയോഗിച്ചു. 16 പേരാണ് പത്രോസിന് കാവൽ നിൽക്കുന്നത്. പെസഹ കഴിയുമ്പോൾ അവനെ ജനത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാമെന്നായിരുന്നു അവന്റെ ഉദ്ദേശം. അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു.
സഭ അവന് വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അതായത് ഇവനെ കാരാഗ്രഹത്തിനടുത്ത് 16 പടയാളികളുടെ ഇടയ്ക്കാണ് പത്രോസ് നിൽക്കുന്നത്. തൊട്ടിപ്പുറത്ത് 6-ാമത്തെ വചനം, പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെറോദേസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേ രാത്രി പത്രോസ് ചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. അതായത് വിചാരണ ചെയ്താൽ ഉറപ്പാണ് കൊന്നിരിക്കും. ഹെറോദേസ് വിചാരണ ചെയ്തു കഴിഞ്ഞാൽ ക്രിസ്ത്യാനി എന്ന യേശുവിൽ വിശ്വസിക്കുന്ന യേശുവിനെ കൊന്നതുപോലെ ഉറപ്പാണ്. അത് പത്രോസിന് അറിയാം, നാളെ കൊല്ലാൻ പോവാണ്. അങ്ങനെ കൊല്ലാൻ പോകുവാണെന്ന് അറിയാമായിരുന്നിട്ടും 2 പടയാളികളുടെ മധ്യേ എങ്ങനെ പത്രോസ് ഉറങ്ങി? ഹല്ലേലൂയ. 2 പടയാളികൾ നാളെ പക്ഷേ വിചാരണ ചെയ്ത് കൊലപ്പെടുത്തും. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെറോദേസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേ രാത്രി പത്രോസ് ചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗ്രഹവാദത്തിൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ ശിമയോൻ പത്രോസ് ഉറങ്ങാൻ കാരണം? ഇനി നേരെ ഇതിന് വേറൊരു കാര്യം. മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലൊക്കെ ഈശോ അപ്പസ്തോലന്മാരുടെ കൂടി വഞ്ചിയിൽ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് വലിയൊരു കാറ്റുണ്ടായി, തിരമാലകൾ ആഞ്ഞടിച്ച് അത് വഞ്ചിയിലേക്ക് കയറി. അപ്പസ്തോലന്മാരെല്ലാം പരിഭ്രാന്തരായി നിലവിളിച്ചു. ഈശോ എന്തെടുക്കുകയായിരുന്നു? അമരത്ത് തലയിണ വെച്ച് കിടന്നുറങ്ങി. എന്താ ഈശോ ഉറങ്ങാൻ കാരണം? ഹല്ലേലൂയ. പത്രോസ് എന്തുകൊണ്ട് ഉറങ്ങാൻ കാരണം? പത്രോസിന് അല്ലെങ്കിൽ ഈശോയ്ക്ക് അറിയാം, അതെല്ലാം ദൈവത്തിന്റെ പദ്ധതി അറിയാം, ഇതെല്ലാം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ആന്തരിക സമാധാനമുണ്ട്. ഉള്ളിൽ ആന്തരിക സമാധാനമുള്ള ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നാലും അവർ പിടിച്ചു നിൽക്കും, ഒരു കരകയറും. ഈശോയ്ക്കറിയാം. അതാണ് ഈശോ എഴുന്നേറ്റ് ഈ കാറ്റിനെ കാടലിനെ ശാസിച്ചത്. അതായത് ദൈവത്തിന് അസാധ്യമായിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ പരിഭ്രാന്തരാകാൻ അപ്പസ്തോലന്മാര് പരിഭ്രാന്തരാകാൻ കാരണം ഉള്ളിൽ ഭയമാണ്. ഉൾഭയം നിറഞ്ഞിരിക്കുകയാണ്. കാറ്റിനെയും പേടിയാണ്, കടലിനെയും പേടിയാണ്, മനുഷ്യനെയും പേടിയാണ്, ഈ ലോകത്തുള്ള പല കാര്യങ്ങളെ പേടിയാണ്, മക്കളെ ഓർത്ത് പേടിയാണ്, വീടിനെ ഓർത്ത് പേടിയാണ്, ജോലിയെ ഓർത്ത് പേടിയാണ്. ഇങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് ഭയം നിൽക്കുന്നത് കൊണ്ട് സമാധാനമില്ല. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ സമാധാനമുള്ള ആൾക്ക് പുറത്ത് എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടാൻ പറ്റും. നമ്മൾ പരിശോധിക്കുക, പ്രതിസന്ധികളെ നേരിടാനുള്ള ആത്മീയ ശക്തി എനിക്കുണ്ട്, ആന്തരിക സമാധാനം എനിക്കുണ്ട്. ഹല്ലേലൂയ. ചെറിയൊരു കഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു. ചെറിയൊരു പ്രതിസന്ധി മക്കളുടെ ജീവിതത്തിൽ വന്നാൽ വളരെയധികം തളർന്നു. ചെറിയൊരു പ്രശ്നത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാല് താങ്ങാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞു ഹല്ലേലൂയ. അപ്പൊ ഈ ആന്തരിക സമാധാനം, ഈ ഭയം, ആകുലത പലരെയും ഇങ്ങനെ നിരന്തരമായിട്ട് അലട്ടുന്നത് കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയല്ല. പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്, അടുത്ത 3-ാമത്തെ മേഖലയാണ് ഈ ആന്തരിക സമാധാനം അനുഭവിക്കുക. അപ്പസ്തോലന്മാരെ ജനമധ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പത്രോസിനെയും യോഹന്നാനെയും കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടു, അവരെ പ്രഹരിച്ചിട്ടു. എന്നിട്ടും അവരുടെ ജീവിതത്തിൽ യാതൊരു ഭയവുമില്ല. ഹല്ലേലൂയ. ഈ അപ്പസ്തോലന്മാരാണ് ഇതിനു മുമ്പ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന സമയത്ത് യേശുവിനെ പടയാളികൾ പിടിച്ചെന്നറിഞ്ഞപ്പോൾ ഓടി രക്ഷപ്പെട്ടവരാണ്, ഉടുകൊണ്ട് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടവരാണ്. അവനെ ഭയന്ന്, യഹൂദനെ ഭയന്ന് കഥകളിച്ചിരുന്നവരാണ്. എന്താണ് ഈ അപ്പസ്തോലന്മാര് മരിക്കാൻ തയ്യാറായി യഹൂദനെ ഫേസ് ചെയ്യാനായിട്ട് അവരുടെ മുമ്പിൽ അല്പം പോലും ഭയമില്ലാതെ നിൽക്കാൻ കാരണം? അവർക്ക് ലഭിച്ച ആന്തരിക സമാധാനവും ധൈര്യവുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ധൈര്യം നിറഞ്ഞില്ലെങ്കിൽ ഓരോ പ്രതിസന്ധികളെ ഓർത്ത് നമ്മളിങ്ങനെ ഞെരുങ്ങിക്കൊണ്ടിരിക്കും, ഓരോരോ കാര്യങ്ങളെ ഓർത്ത് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. ഈശോ തന്നെ പറയുന്നത്, നിങ്ങള് ഉത്കണ്ഠകളെല്ലാം എന്താണ്? 1 പത്രോസ് 5:7 നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ. 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 ആകുലനാകുന്നതുകൊണ്ട് ആയുഷിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ആകുലനാണ്, ടെൻഷൻ അടിച്ചതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും മാറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് ഇതെങ്ങനെ വെച്ചാ ശരിയാകുന്നത്?
എനിക്ക് ഭയം മാറി, സമാധാനമില്ലാത്ത സാഹചര്യം, എങ്ങനെ സമാധാനം കിട്ടും? പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവോട് പറയാൻ വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയുടെ ഉള്ളില് ആന്തരിക സമാധാനം ആ വ്യക്തിയെ നയിച്ചിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാലാമത്തതാണ് അവര് ഹൃദയലാളിത്യമുള്ളവരായി തീരും. അപ്പൊ നമ്മൾ നേരത്തെ വായിച്ചു കേട്ട ഭാഗത്ത്, 2-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അവര് ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അന്നത്തിന് ദേവാലയത്തിൽ ഒരുമിച്ച് കൊടുക്കി ഭവനത്തോടും അപ്പം ഒരുക്കി ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്യും. എന്നാൽ ഈ ഹൃദയലാളിത്യം എന്ന് പറയുന്നത് എളിമയാണ്. ഏറ്റവും എളിമയുള്ളവരായിട്ട് മാറും. അപ്പോസ്തലന്മാര് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരാണ് വലിയവരെന്ന കാര്യത്തിൽ തർക്കിച്ചു, ആരാണ് പാദം കഴുകുന്നത് എന്ന കാര്യത്തിൽ തർക്കിച്ചു. ഇങ്ങനെ പല രീതിയിൽ അഹങ്കാരവും അസൂയയും എല്ലാം നിറഞ്ഞിരുന്ന അപ്പോസ്തലന്മാർക്ക് കിട്ടിയ ഒരു അഭിഷേകമാണ് അവര് ഹൃദയലാളിത്യമുള്ളവരായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമാണ് എളിമ. ഹല്ലേലൂയ. ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമാണ് എളിമ. അത് ദൈവത്തിന്റെ മുമ്പിൽ ആദ്യം എളിമപ്പെടണം, അല്ലെ? ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴില് താഴ്മയോടെ നിൽക്കണം. ഹല്ലേലൂയ. എന്താണ് ഈ എളിമ എന്ന് പറയുന്നത്? അത് ദൈവഭയത്തിന്റെ അടയാളം. യെശയ്യായുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനം. യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വചനം. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാന്തരം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ്, പരിശുദ്ധൻ പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരുന്നു. അവിടുത്തെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്നാൽ ഞാൻ അശുദ്ധമായ അതരങ്ങളുള്ളവനും അശുദ്ധമായ അതരങ്ങളുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദർശനം കിട്ടിയ ഉടനെ ദൈവത്തിന്റെ ദർശനം, അതായത് ഈ ഉന്നതമായ സിംഹാസനത്തിൽ ഇരിക്കുന്നു, മാലാഖമാരെ വിശുദ്ധരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ യേശയ്യായ്ക്കുണ്ടായ ബോധ്യമാണ്, ഞാൻ ഏറ്റവും വലിയ പാപിയാണ്. യേശയ്യ ഏറ്റവും വലിയ പാപിയായതുകൊണ്ടല്ല ഈ വാക്കുകൾ പറയുന്നത്. യേശയ്യ ഏറ്റവും എളിമയുള്ള വ്യക്തിയായതുകൊണ്ടാണ്. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. ഏറ്റവും പാപിയായതുകൊണ്ടല്ല, ഏറ്റവും എളിമയുള്ള വ്യക്തി ആയതുകൊണ്ടാണ് യേശയ്യ പറയുന്നത്, എനിക്കിതിലൊന്നും യോഗ്യതയല്ല. ദൈവ കൃപ വർഷിക്കപ്പെടുന്നത് എളിമയുള്ളവർക്കാണ്. എളിമയുള്ളവർക്ക്. ദൈവ അഹങ്കാരികളെ, യാക്കോബിന്റെ ലേഖനം 4:6 എന്താണ് വചനം? അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ വർഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വചനം നേറ്റുക. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ വർഷിക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടി പറയാം, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യും. വീണ്ടും 4:10 കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കും, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കും, അവിടുന്ന് നിന്നെ ഉയർത്തും. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിക്ക് എത്രമാത്രം എളിമയുണ്ടെന്ന് അതിനനുസരിച്ചാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനായി തീരുക. അപ്പോൾ ദൈവത്തിന്റെ കൃപയ്ക്ക് ദൈവം കൃപ തരുന്നത്, ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നത്, ദൈവം ഒരു വ്യക്തിയെ സ്വന്തമാക്കുന്നത് ആ വ്യക്തിയുടെ ഉള്ളിൽ എളിമ നിറയുമ്പോഴാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തില്, നിങ്ങളുടെ ജീവിതത്തില് ദൈവം ശക്തമായിട്ട് ഇടപെടാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? നിങ്ങൾ ദൈവത്തിന്റെ മുമ്പില് താഴ്മയോടെ നിൽക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പില് എത്രമാത്രം താഴാൻ പറ്റുമോ, എത്രമാത്രം താഴ്ന്നു നിൽക്കാൻ പറ്റുമോ, എത്രമാത്രം എളിമപ്പെടാൻ പറ്റുമോ, ആ എളിമപ്പെടുകയും താഴ്ന്നു നിൽക്കുകയും ദൈവത്തിന്റെ മുമ്പിൽ താഴ്മയോടെ നിസ്സാരനായ ഒരു വ്യക്തിയെ പോലെ നിൽക്കുമ്പോൾ ഈശോ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. ദാനിയേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം
ദാനിയേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. ഹല്ലേലൂയ. 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 അവൻ പറഞ്ഞു, ദാനിയേലേ, ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിൽ നീ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ. നീ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നമ്മുടെ ഈ പ്രാർത്ഥന കേൾക്കാത്തത് ഇത്രയും നാളുമായിട്ട് പ്രാർത്ഥന കേട്ടില്ല എന്ന് പറയുമ്പോൾ എളുപ്പപ്പെട്ടിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ മുമ്പിൽ എളിമപ്പെടാൻ തുടങ്ങിയ അന്ന് മുതല് ദൈവം നിന്നെ എങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങും. എളിമയുള്ള ഒരു ആത്മാവിനെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നറിയോ? എളിമയുള്ള ഒരു ആത്മാവിനെ ദൈവം എത്രമാത്രം ഇഷ്ടപ്പെടുന്നറിയോ? അതുകൊണ്ടാണ് എളിമയുള്ള ദാനിയേലിനോട് പറയാൻ, നീ എളിമപ്പെടുത്തിയ അന്ന് മുതൽ നിന്റെ പ്രാർത്ഥന കേട്ടു. അന്ന് മുതൽ നിന്റെ പ്രാർത്ഥന കേട്ടു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എളിമയുള്ളവരെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ മതി. എളിമയുള്ള വ്യക്തി ഒരാളെ മനസ്സിൽ കണ്ട് ഈശോട് പ്രാർത്ഥിച്ചാൽ മതി. എളിമയുണ്ടെങ്കിൽ നിങ്ങളൊരു വിഷമത്തെ സമർപ്പിച്ചാൽ മതി. നിങ്ങൾ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഏശയ്യാ 65:24 ഈ വിളിക്കും മുമ്പേ എന്റെ പ്രാർത്ഥന കേൾക്കും. വിളിക്കും മുമ്പേ ഞാൻ ഉത്തരം നൽകും. പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. ഈ വചനം എളിമയുള്ളവർക്കുള്ള വചനമാണ്. വിളിക്കും മുമ്പ്, നീ പറയുന്നതിന് മുമ്പേ തന്നെ ഈശോയ്ക്കറിയാം. നീ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ഇടപെടാൻ തുടങ്ങും. നീ അത്രമാത്രം എളിമ ഉണ്ടാകുമ്പോഴാണ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തില് ഈ എളിമ എന്ന പുണ്യം, ഹൃദയലാളിത്യമുള്ള ഒരു വ്യക്തിയായി തീരാനായിട്ട് പറ്റും. ഹൃദയകാഠിന്യം നേരെ ഓപ്പോസിറ്റ് ആണ്. ഹൃദയം കഠിനമാക്കി വിശ്വാസമില്ല. ദൈവത്തെ എപ്പോഴും തള്ളി പറയുക, പുച്ഛിച്ച് സംസാരിക്കുക, പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി, ഇങ്ങനെ പള്ളിയിൽ പോയിട്ട് എന്ത് കിട്ടി, ദൈവാനുഭവമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ എല്ലാത്തിനെയും പുച്ഛിക്കുകയും എല്ലാത്തിനെയും നിരസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഹൃദയകാഠിന്യമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു ആത്മാവിനെ ദൈവത്തിന് സ്നേഹിക്കാനാവില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായത്തിൽ പറയുന്നത്, എന്റെ സഹോദരരെ, നിങ്ങളിൽ ആരും ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ കഴിയും. ശ്രദ്ധിക്കുക. നിങ്ങളിൽ ആരും ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കും. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയും തോറും ദൈവത്തിന്റെ മുമ്പിൽ ഇങ്ങനെ വട്ടപൂജ്യമായിക്കൊണ്ടിരിക്കും. ഇതൊരു ആത്മീയ രഹസ്യമാണ്. ആത്മീയ തകർച്ച എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്ന പ്രാർത്ഥന എളിമയും താഴ്മയും കരച്ചിലൊക്കെ നിർത്തി ഇപ്പൊ തന്നെ ഡോക്ടറേറ്റ് കിട്ടിയ ആളെ പോലെയാണ് ദൈവത്തിന്റെ മുമ്പിൽ. ഇത്ര പ്രാർത്ഥനയിൽ എന്താ ദൈവം ഇടപെടാത്തത്? പ്രാർത്ഥനയിൽ എന്താ കേൾക്കാത്തത്? നാളായില്ലേ ഇങ്ങനെ ഈ ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഒരു മേഖല? അത് ഹൃദയകാഠിന്യത്തിന്റെ മേഖലയാണ്. എളുപ്പപ്പെട്ട് നിങ്ങൾ അങ്ങ് എളുപ്പപ്പെട്ട് കർത്താവിന്റെ മുമ്പിൽ നിന്നാൽ മതി. എളിമയുള്ള ഒരു ആത്മാവ്, ഒരു വ്യക്തി കർത്താവിന്റെ മുമ്പില്, പരിശുദ്ധ കുർബാനയുടെ മുമ്പില് നിന്നാൽ മതി. ദിവികാലത്തിന് ആരെയുടെ മുമ്പിൽ നിന്നാൽ മതി. അയാളെ ദൈവത്തിന് അത്രമാത്രം ഇഷ്ടമാണ്. ഹല്ലേലൂയ. 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 അതുകൊണ്ട് ആത്മീയ ജീവിതത്തിന്റെ വലിയൊരു രഹസ്യമാണ് എളിമ. എളിമയുള്ള വ്യക്തി എപ്പോഴും സ്വന്തം കുറവുകളെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ചിന്തിക്കും, ദൈവം എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്കെന്റെ പ്രലോഭനങ്ങളെ കീഴടക്കാൻ പറ്റുന്നില്ല, എനിക്കെന്റെ വാശി മാറ്റാൻ പറ്റുന്നില്ല, എനിക്ക് പെട്ടെന്ന് എതിര് പറയുന്ന സ്വഭാവം മാറ്റാൻ പറ്റുന്നില്ല, എന്റെ ബലഹീനതകൾ മാറ്റി. ഇത് വലിയൊരു വേദനയായിട്ട് ആ വ്യക്തിയിൽ കൊടുക്കും. അങ്ങനെയുള്ള വ്യക്തി കർത്താവിന്റെ മുമ്പിൽ വരുമ്പോൾ സ്വയം ചിന്തിക്കുന്നത്, ഞാനിപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ആളാണ്, എന്റെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എപ്പോഴും ദേഷ്യമുണ്ട്, ചില ബലഹീനതകളുണ്ട്, ചില തലക്കദോഷം. ഇതൊരു വേദനയായിട്ട് മാറിയിരിക്കും. ഹല്ലേലൂയ. ഓരോ സ്ത്രീകായ്ക്ക് ദൈവം കൊടുത്തൊരു വരമാണ് ഈ സ്വന്തം ബലഹീനതകളെ ഓർത്ത് കരയാനുള്ള കൃപ. ഹല്ലേലൂയ. കൊറിന്തോസുകാർക്ക് 2-ാമത്തെ ലേഖനം, കൊറിന്തോസുകാർക്ക് 2-ാമത്തെ ലേഖനത്തില് ഓരോ സ്ത്രീകാന്റെ ദർശനങ്ങളെ, വെളിപാടുകളെ കുറിച്ച് 2 കൊരിന്തോസ് 11-ാമത്തെ അധ്യായം 30-ാമത്തെ തിരുവചനം, എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ബലഹീനതകളെ കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക. ഹല്ലേലൂയ. ഞാൻ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എന്നെ കുറിച്ച് അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ബലഹീനതകളെ കുറിച്ചാണ്. വീണ്ടും പറയാണ് 12:7, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അത്യധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പിശാചിന്റെ ദൂതൻ അതിനെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എനിക്ക് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി, എന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. ഹല്ലേലൂയ. പൗലോസ് ഇങ്ങനെ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ എപ്പോഴും മനസ്സിലേക്ക് വരുന്നത്, ദൈവമേ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെ ചില തടക്കദോഷങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇതൊന്നും മാറിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് കർത്താവിനോട് കരയും. ഈ ദേഷ്യപ്പെടുന്ന സ്വഭാവം മാറിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്, അല്ലെങ്കിൽ ഈ ചില തടക്കദോഷങ്ങൾ മാറിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടനെ അങ്ങനെ പറഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ ഇത് പൊട്ടിക്കരയും. കർത്താവ് പൗലോസിന് കൊടുത്ത കൃപയാണ്. ഈ ഇതിന്റെ ബലഹീനതയിൽ ഞാൻ നൽകുന്നത് കൃപയാണ്. ഹല്ലേലൂയ. നിനക്കെന്റെ കൃപ മതി. ഇതിനർത്ഥം എന്താണ്? നീ നിന്റെ കുറവുകളെ ഓർത്ത് താഴ്മയോടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നീ അറിയാതെ തന്നെ നിനക്ക് കൃപ വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. കൃപയൊന്നും ആർക്കും പറഞ്ഞിട്ടല്ല തരുന്നത്, കൃപയൊക്കെ നമ്മൾ അറിയാതെ തന്നെ നൽകപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ അതായത് വയലിൽ പാകിയ കടുക് മണിക്ക് സദൃശ്യം. അത് അറിയുന്നില്ല, ഇലയിൽ ഇതെല്ലാം വളരുന്നത് അത് അറിയുന്നില്ല. ഇതുപോലെ ദൈവകൃപ വർഷിക്കപ്പെടുന്നത് നാം അറിയാതെയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മീയമായിട്ട് വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ആത്മീയ തീഷ്ണതയുള്ള ഒരു വ്യക്തിയായി തീരണം, വരദാനങ്ങൾ കൊണ്ട് നിറയണം, ഫലങ്ങൾ കൊണ്ട് നിറയണം, പരിശുദ്ധാത്മാവ് ശക്തരായി തീരണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തിന്റെ മുമ്പിൽ എഴുതപ്പെടുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നവർക്ക് ദൈവം ആത്മീയ വളർച്ച നൽകുന്നത് അവരുടെ എളുപ്പ വഴിയായിട്ടാണ്. ഒരാളുടെ ഉള്ളില് കൃപ അഹങ്കാരം കൊണ്ട് വളരെയില്ല. ഒരാളുടെ ഉള്ളില് അവരുടെ ജീവിതത്തിന്റെ കഴിവുകൾ കൊണ്ട് കൃപ വളരെയില്ല. ഒരാളുടെ ജീവിതത്തില് അവരുടെ ഭൗതികമായ നേട്ടം കൊണ്ട് കൃപ വളരെയില്ല. അവര് എളിമപ്പെട്ട് കർത്താവിന്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് അവർക്ക് എല്ലാ കൃപകളും നൽകപ്പെടുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 11 പറഞ്ഞ് കൃപ മാത്രം മതി, ദൈവത്തിന്റെ കൃപ മാത്രം മതി എന്നെ വിട്ടകലാൻ വേണ്ടി. അതുകൊണ്ട് ബലഹീനതയിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനാകുന്നത്. ഹല്ലേലൂയ. ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനാകുന്നത്. ആ ബലഹീനത ഉള്ളതുകൊണ്ടാണ് എനിക്ക് കർത്താവിന്റെ കൃപ മതി എന്ന് പൗലോസ്ലീഹ യാചിക്കുന്നത്. ദൈവം പൗലോസിനെ പറഞ്ഞു, നിനക്ക് എന്റെ കൃപ മതി. ആ കൃപ നൽകപ്പെടുന്നത് ബലഹീനതയിൽ കുറവുകൾ തന്നെയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തില് നമ്മുടെ കുറവുകളെ ദൈവത്തിന്റെ മുമ്പില് ഏറ്റവും താഴ്മയുള്ള വ്യക്തിയായിട്ട് മാറ്റാനായിട്ട് കഴിയും. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുമ്പില്, ഭാര്യയുടെ മുമ്പ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പരസ്പരം എളിമയുള്ള വ്യക്തിയായിട്ട്. ഈശോ അപ്പോസ്തലന്മാരുടെ പാദം കഴുകുന്നത് എളിമയുടെ മാതൃക കാണിച്ചുകൊണ്ടാണ്. മക്കള് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, എളിമപ്പെട്ട് നിൽക്കുക. മറ്റുള്ളവരുടെ മുമ്പില് സഹോദരങ്ങളെ ചുറ്റുമുള്ളവരെ കാണുമ്പോൾ നമ്മളെ ഏറ്റവും വലിയ പാപി ഞാനാണ് എന്ന മനോഭാവത്തോടു കൂടി അവരോട് സംസാരിക്കണം. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരെ വിധിക്കാൻ പാടില്ല, ആരെ വിമർശിക്കാൻ പാടില്ല. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും ഹൃദയലാളിത്യത്തോടുകൂടി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന്റെ അടയാളമാണ് ഹൃദയലാളിത്യം, എളിമ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിനോട് പറഞ്ഞ് ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. അടുത്ത 5-ാമത്തെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന്റെ അടയാളമാണ് പ്രത്യാശ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന്റെ അടയാളമാണ് പ്രത്യാശ. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. 2 കൊരിന്തോസ് 1:7. ഞങ്ങൾക്ക് നിങ്ങളിൽ ഉറച്ച പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ ക്ലേശങ്ങളിൽ നിങ്ങൾ പങ്കുചേരുന്നത് പോലെ ഞങ്ങളുടെ സമാശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്ന ഞങ്ങൾക്കറിയാം. എന്ത് പറയാം? സഹോദരരെ, യേശുവിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. മാത്രമല്ല, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നെന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നുന്നു. എന്നാൽ ഇത് ഞങ്ങളിൽ ആശ്രയിക്കാതെ മരിച്ചവരെ ഓർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായി. അത്ര ഗൗരവമേറിയ ഒരു വിപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിക്കും, തുടർന്നും രക്ഷിക്കും.
രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവരെ പ്രത്യാശിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഒരു സ്ത്രീ പറയാം, ഈ ആൾ മിക്കവാറും മരിക്കും, മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. ആ സമയത്ത് എന്താ പറയുന്നത്? മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നി. ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഡോക്ടർമാർക്ക് ഒരു രോഗിയെ സുഖപ്പെടുത്താനായിട്ട് പറ്റാത്തൊരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഡോക്ടർമാർ എന്ത് പറയും? ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഹല്ലേലൂയ. അല്ലെ? ശരിയല്ലേ? ഇനി ഡോക്ടർമാർ പറയും, ഇനി നമ്മളെ കൊണ്ട് ഇനി പറ്റിയത്, മെഡിക്കൽ സയൻസ് പ്രമാണം അതനുസരിച്ച് ഇനി ഒന്നും പറ്റിയത് ഒറ്റ വഴിയുള്ളൂ. എന്താണ്? ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഓരോ സ്ത്രീ പറയാം, ഇത് ജീവിതത്തില് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ക്രൈസ്തവ തിരിച്ചറിയണം, നിന്നെ കൊണ്ട് എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ പറ്റിയത്. ജീവിതത്തില്, നമ്മുടെ മക്കളുടെ ജീവിതത്തിലോ വ്യക്തിപരമായ ജീവിതത്തില് ചില പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, എന്നെ കൊണ്ട് എല്ലാം പരിഹരിക്കാൻ പറ്റിയത്, എന്റെ പണം കൊണ്ട് എല്ലാം പരിഹരിക്കാൻ പറ്റിയത്, എന്റെ ജീവിത പങ്കാളിയെ കൊണ്ട്, മക്കളെ കൊണ്ട്, മനുഷ്യരെ കൊണ്ട് എല്ലാം പരിഹരിക്കാൻ പറ്റിയത് ദൈവത്തിന് മാത്രമേ എല്ലാം പരിഹരിക്കാൻ കഴിയൂ. ഹല്ലേലൂയ. 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 ജെറമ്യാ 32 നേരത്തെ അച്ഛന് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്ന വചനഭാഗത്തില് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32 അധ്യായം, യെശയ്യാ 32 അധ്യായത്തില് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ള ഒരു വചനഭാഗം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 32 അധ്യായം 17 തിരുവചനം. ദൈവമായ കർത്താവേ, അങ്ങാണ് ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്, ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയാവോ? ദൈവമായ കർത്താവേ, അങ്ങാണ് ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്, ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നമ്മുടെ കർത്താവിന് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശക്തിയില്ല. ഹല്ലേലൂയ. അങ്ങാണ് ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചത്, ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറയുന്നത് 32:27. ഞാൻ സകല മക്കളുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ സകല മക്കളുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിൽ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ നിറയുന്നത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന് അടയാളമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദൈവത്തിന് ശക്തി ഉണ്ടെന്ന് എത്ര പേർ പ്രത്യാശ? നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ദൈവത്തെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന എത്ര പേർ ഉറപ്പുണ്ട്? അല്ലെ? മർക്കോസ് 11:24 അങ്ങനെയല്ലേ? പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വാസം. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് ഒരു വിശ്വാസം. ഇങ്ങനെ ആൾക്കാർ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും വിശ്വാസം ഉള്ളവർക്കാണ് ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറച്ച് പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് ഇടപെടാൻ പറ്റൂ. അതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും ചോദിക്കുന്നത്, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു? വിശ്വാസം ഇല്ലാത്ത ഇടങ്ങളുണ്ട്. ദൈവം അത്ഭുതങ്ങൾ ചെയ്യാതെ കടന്നു പോകുന്ന സ്ഥലം, ആ സ്ഥലത്ത് ഈ പ്രത്യാശ നഷ്ടപ്പെട്ട ഇടങ്ങളാണ്. ഒന്നും ചെയ്യാൻ പറ്റിയ ദൈവത്തിന് അങ്ങനെ ഇടങ്ങളിൽ ദൈവം പ്രവർത്തിക്കാറില്ല. നമ്മുടെ പലരുടെയും ജീവിതത്തില് ദൈവം ഇടപെടാത്തതിന്റെ ഒരു കാരണം ഈ ഉള്ളിലെ പ്രത്യാശ അറ്റുപോയത് കൊണ്ടാണ്. ദൈവത്തിന് ഇത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വാസമില്ല. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ല. നമ്മുടെ വിശ്വാസം നിറയണം. ഉള്ളിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന് ഇടപെടാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാണ് ഉദ്ധിതനായ ഈശോയെ കാണുമ്പോൾ മറ്റെല്ലാ മറിയത്തിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പ്രത്യാശ നഷ്ടപ്പെടും. ഇനി ഈശോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഈശോയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. പ്രത്യക്ഷപ്പെടുന്ന തിബേരിയാസ് കടൽ തീരത്ത് ഈശോ ആ കടൽക്കരയിൽ വരയ്ക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പ്രത്യക്ഷപ്പെട്ട ഈശോയെ ഭൂതം എന്ന് വിളിക്കാൻ കാരണം തിരിച്ചറിയാൻ പറ്റുന്നില്ല.
തിരിച്ചറിയാൻ പറ്റാത്തത് ഉള്ളിലെ പ്രത്യാശ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാരങ്ങളും ഉത്കണ്ഠങ്ങളും ആകുലത കൊണ്ട് മനസ്സും ഹൃദയമൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ തിരിച്ചറിയാൻ പറ്റിയ നമ്മുടെ കണ്ടും ഗുണപ്പെടും. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, അസ്വസ്ഥതകൾ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഉറച്ച് വിശ്വസിച്ച് ദൈവത്തിന് ഇത് പരിഹരിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഏത് ധ്യാന കേന്ദ്രങ്ങളിലാണെങ്കിലും ഏത് ധ്യാന ശുശ്രൂഷയിലാണെങ്കിലും പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോണം, നിങ്ങൾക്ക് വിശ്വാസവും പ്രത്യാശയില്ലെങ്കിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയല്ല. നിങ്ങൾക്ക് കുറച്ച് വിശ്വാസവും പ്രത്യാശയില്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് നമ്മൾ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോഴും പ്രാർത്ഥനയിലായിരിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ, വൈദികരടുത്ത് പ്രാർത്ഥന വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശക്തമായ പ്രത്യാശ ഉണ്ടായിരിക്കണം ദൈവം ഇടപെടുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്താണ് ഐക്യം, കൂട്ടായ്മ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതിന്റെ അടയാളമാണ് ഈ കൂട്ടായ്മ, ഐക്യം. വീട്ടില് പ്രാർത്ഥിക്കുന്നവർ തമ്മിൽ ഐക്യം. ഇന്ന് ഐക്യം മുഴുവൻ വീട്ടിൽ കളിക്കുന്നവർക്ക് മദ്യപിക്കുന്നവരുടെ ഇടയിൽ മാത്രം ഐക്യവും. എല്ലാ തോന്നിയാസങ്ങളും നടത്തുന്നവരുടെ ഇടയിൽ നല്ല ഐക്യമാണ്. ഒരുമിച്ച് സംഘം ചേർന്ന് പരിപാടിയായി ടൂറിന് പോകാൻ നല്ല ഐക്യമാണ്, അല്ലെ? ശരിയല്ലേ? ടൂറിന് പോകാൻ നല്ല ഐക്യം, അല്ലെങ്കിൽ മദ്യം വാങ്ങിച്ച് കഴിക്കാൻ നല്ല ഐക്യം, ചീട്ട് കളിക്കാൻ നല്ല ഐക്യം, എല്ലാ തിന്മകൾക്കൊന്നും നല്ല ഐക്യവും. പ്രാർത്ഥനാ കാര്യങ്ങൾക്ക് രണ്ടുപേര് തന്നു കഴിഞ്ഞാൽ മൊത്തം അടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നടന്ന അമ്മയുടെ പേരിലടി, സന്തോഷനായ പിതാവിന്റെ പേരിലടി, പല കാര്യങ്ങളും ഭാര്യ ഭർത്താവും തമ്മിൽ പ്രാർത്ഥനയുടെ പേര് ഈ സമയത്ത് വേണ്ട, ഇത്രയും പ്രാർത്ഥന ചെല്ലണ്ട. ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഈ പ്രാർത്ഥനമയാണ്. കാരണം പരിശുദ്ധശക്തി പ്രവർത്തിക്കുന്നതിന്റെ അടയാളമാണ് ഐക്യം. അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ ലഭിച്ചതാണ് അവര് ഈ ഐക്യമുള്ളവരായിട്ട്. അപ്പസ്തോലപ്രവർത്തനം 4:32. അപ്പസ്തോലപ്രവർത്തനത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തില് 32-ാമത്തെ തിരുവചനം അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയും ഐക്യം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന വചനമാണ്. അപ്പസ്തോലപ്രവർത്തനം 4:32. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും, ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന്റെ അടയാളമാണ് ഐക്യം ഉണ്ടായിരിക്കുക. ഈശോ തന്നെ വചനത്തിൽ പറയുന്നുണ്ട്, ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് സാധിച്ചു തരും. ഐക്യമില്ലാതെയാണ് ഭാര്യ ഭർത്താവ് പ്രാർത്ഥിക്കാനിരിക്കുന്നത്, ഐക്യമില്ലാതെയാണ് മക്കളും മാതാപിതാക്കന്മാരും മുട്ടുകുത്തുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു കൂട്ടായ്മ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് വലിയൊരു ആത്മീയ രഹസ്യമാണ് ഈശോ തന്നെ കൂടെ നിർത്തുന്നത്. ഈശോയുടെ പരസ്യ ജീവിത കാലത്ത് ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, ചില അടയാളങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. യായിറോസിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഈശോ കൂടുതൽ നിർത്തുന്നത് ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാര് പത്രോസ്, യാക്കോബ്, യോഹന്നാന്, ഇവരെ മാത്രം കൂട്ടിക്കൊണ്ടാണ് യായിറോസിന്റെ വീട്ടിലേക്ക് പോകുന്നത്. കാരണം എന്താ? ഇവർക്ക് തമ്മിലൊരു ഐക്യമുണ്ട്, അവിടെ തമ്മിലൊരു ഒരു ആത്മീയ ബന്ധമുണ്ട്. ഗെത്സമനോട് പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ബാക്കി ശിഷ്യന്മാരെയൊക്കെ ദൂരെ നിർത്തിയതിനു ശേഷം ഈശോയുടെ ഏറ്റവും അടുത്തിരിക്കുന്ന ഈ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും അടുത്ത് നിർത്തിയിട്ടാണ് ഒരു കല്ലേറ് ദൂരെ നിന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താപോർ വരയിൽ കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ഈ 3 ശിഷ്യന്മാരെ അടുത്ത് നിർത്തുകയാണ്. കാരണം എന്താ? അവര് തമ്മിലൊരു ആത്മീയ ബന്ധമാണ്. ആത്മീയ ബന്ധമുള്ള ഒരു 4 പേര് പ്രാർത്ഥിക്കാൻ തുടങ്ങി നോക്കുകയും ആത്മീയ ഐക്യമുള്ള 3 പേര് പ്രാർത്ഥിക്കാൻ 2 പേര് മതി. ആത്മീയ ഐക്യമുള്ളവര് തമ്മിൽ ചേരിയല്ലാത്തവര് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ബ്ലോക്കാണ്. തമ്മിൽ ഐക്യമില്ലാത്തവര് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ, അല്ലെ, തമ്മിൽ ചേരിയല്ലാത്ത ഭാര്യ ഭർത്താവ് ധ്യാനത്തിന് പോയാല് സമാധാനത്തോടെ ധ്യാനത്തിൽ കൂടാൻ പറ്റും? ഇല്ല. നോക്കുന്നത് അങ്ങോട്ടായിരിക്കും. പിന്നെ അസ്വസ്ഥത, മൊത്തം പ്രശ്നങ്ങളാണ്. ആത്മീയ ഐക്യം ആത്മീയ വളർച്ചയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആത്മീയ ഐക്യം നമ്മൾ തമ്മിൽ പ്രാർത്ഥന കൂട്ടായ്മ ചേരുന്നവരാണ്, ഐക്യമുള്ളവരാണ്. അപ്പോ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ പ്രത്യേകതയാണ് ആത്മീയ ഐക്യം ഉണ്ടാവുക. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 11-ാമത്തെ അധ്യായത്തിൽ വളരെ ധ്യാനിക്കാൻ പറ്റിയ ഒരു കർത്താവിന്റെ ആത്മാവ് നിറയുമ്പോഴുള്ള ഒരു പ്രത്യേകത വളരെ ധ്യാനിക്കാൻ പറ്റും. 11-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം, കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെ ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു മാറ്റം ഈ 11-ാമത്തെ അധ്യായത്തിന്റെ 5 മുതലുള്ള വചനത്തിൽ പറയുന്നുണ്ട്.
നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരകൊടുക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് വസിക്കും. ഹല്ലേലൂയ. ശരിയല്ലാത്തതാണ്. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോട് കൂടത്തി കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ച് മേയും. ഒരു ശിശു അവയെ നയിക്കും. പശുവും കരടിയും ഒരിടത്ത് മേയും. അവയുടെ കുട്ടികൾ ഒന്നിച്ച് കിടക്കും. സിംഹം കാളയെ പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിന് മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. എന്റെ വിശുദ്ധഗിരി ആരും രോഗമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലകൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെ, എത്ര നല്ല വചനമാണ്. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞ് യാതൊരു ഉപദ്രവമില്ല. അതാണ് ഈ സിംഹക്കുട്ടിയും പശുക്കിടാവും ഒരുമിച്ച് കടക്കുകയും സിംഹം കാളയെ പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിന് മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. കാരണം എന്താ? ഒരു ഉപദ്രവമില്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളുടെ കൂട്ടായ്മയിൽ പരസ്പരം ഉപദ്രവിക്കാനോ വഴക്കുണ്ടാക്കാനോ പറ്റുമോ? ഇല്ല. അവരുടെ ഉള്ളിലുള്ള ആത്മാവ് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ട് ആരെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കുകയില്ല, ഒരു പെരുമാറ്റം കൊണ്ട് പോലും ഉൾപ്പെടുത്തുകയില്ല. കാരണം ഉള്ളിലെ ആത്മീയ ശക്തി അത്രമാത്രം വലുതാണ്. ഹല്ലേലൂയ. അല്ലെ, ഇതിന്റെ വേറൊരു ഭാഗത്ത് യശയ്യാപ്രവാചകന്റെ അവസാന ഭാഗത്ത് അമ്മായിനെയും മരുമകളും ഒരുമിച്ച് ചേർന്ന് ജീവിക്കും, ഐക്യപ്പെട്ട് ജീവിക്കും. അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഐക്യം ഉണ്ടാകും. ഇന്ന് രണ്ടുപേര് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ തകർച്ചയാണ്, പ്രശ്നമാണ്, വഴക്കാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ജോലി ചെയ്യുന്ന ഒരു ചെറുക്കൻ വന്നിട്ട് പറഞ്ഞു, വെച്ചാൽ ഞാൻ ജോലി ചെയ്ത് അവിടെ തന്നെ കടക്കാൻ തീരുമാനിച്ചു. എന്താണ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വീട്ടിൽ വന്നാൽ കാണാൻ പോകുന്ന വെച്ചാൽ പണിയെടുത്തിട്ട് വന്നു കഴിയുമ്പോൾ ആദ്യം അമ്മ വരും, പിന്നെ എന്റെ ഭാര്യ വരും. രണ്ടുപേരും പറയുന്നത് രണ്ടുപേരും ശരിയില്ല, ഇതിന് തീരുമാനം ഉണ്ടാക്കണം. അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ കിടക്കാൻ തീരുമാനിച്ച ജോലി ചെയ്യുന്ന സ്ഥലത്ത്. ഹല്ലേലൂയ. ചില സമയത്ത് അങ്ങനെ ഐക്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ, സമാധാനം ഇല്ലാതെ കഴിഞ്ഞാൽ ഒരു കുടുംബം നരകമായി തീരും. എത്ര സമൃദ്ധി ഉണ്ടെങ്കിലും എത്ര ഐശ്വര്യം ഉണ്ടെങ്കിലും ഒരു കുടുംബം നരകമായി തീരും. അപ്പോ ഐക്യം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയണം. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞു ഹല്ലേലൂയ. 4 പേര് ചേർന്ന് കൈ ചേർത്തതിന്റെ പേരില്, കൈ കൊടുത്തതിന്റെ പേരിൽ ഐക്യം ഉണ്ടാകുന്നില്ല. നാളെ മുതൽ നമുക്ക് എല്ലാം സോൾവായി, കൈ കൊടുത്തു പ്രശ്നം തീരത്തില്ല. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ഐക്യമുണ്ട്. എന്നാണ് അപ്പോസ്തലന്മാരുടെ സംഖ്യ ആദ്യം 114 ആയിരുന്നെങ്കിൽ 3000-ആയി, 5000-ആയി, 10000-ആയി. ഐക്യമാണ്. അവരെ ഗ്രഹിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഭാര്യ ഭർത്താവും പരിശുദ്ധാത്മാവിനാണ് ഐക്യപ്പെടുന്നെങ്കിൽ ആ കുടുംബം എത്രമാത്രം കൃപ നിറഞ്ഞ കുടുംബമായിരിക്കും. ഹല്ലേലൂയ. നേരെ പിശാചിനാലാണ് നയിക്കപ്പെടുന്നെങ്കിലോ പരിശുദ്ധാത്മാവിനാലല്ല, പിശാചിനാലാണ് നയിക്കപ്പെടുന്നെങ്കിൽ ബൈബിളിൽ വചനമാണ്, അന്തഃഛിദ്രമുള്ള ഭവനം അതിവേഗം നശിക്കും. അന്തഃഛിദ്രം ശരിയല്ല. ഭാര്യ ഭർത്താവ് തമ്മിൽ ശരിയല്ല, മാതാപിതാക്കളും മക്കളും തമ്മിൽ ശരിയല്ല, മരുമകളും തമ്മിൽ ശരിയല്ലാത്ത കുടുംബം എത്ര പെട്ടെന്ന്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നവരോടുകൂടി അടയാളം, ഇത് പരിശുദ്ധാത്മാവ് നിറഞ്ഞതിന്റെ അടയാളമാണ്. ഹല്ലേലൂയ. ശക്തിയോട് പറയും ഹല്ലേലൂയ. പരസ്പരം ഐക്യപ്പെട്ട് നിൽക്കുക. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യമാണ്. ഒന്ന്, ആത്മീയ പരിശുദ്ധാത്മാവ് നിറഞ്ഞതിന്റെ ഒന്നാമത്തെ അടയാളമാണ് ആത്മീയ ദാഹം. ഹല്ലേലൂയ. ഒന്നാമത്തെ അടയാളമാണ് ആത്മീയ ദാഹം. രണ്ടാമത്തതാണ് ദൈവാശ്രയം, എല്ലാത്തിനും ദൈവത്തെ പിടിക്കും. മൂന്നാമത്തതാണ് ആന്തരിക സമാധാനം. നാലാമത്തതാണ് ഹൃദയലാളിത്യം. അഞ്ചാമത്തതാണ് പ്രത്യാശ. ആറാമത്തതാണ് ഐക്യം. ഹല്ലേലൂയ. ഇന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞതിന്റെ അടയാളങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്ന്, ഉള്ളിലൂടെ എന്തുണ്ടായിരിക്കണം? ഒരു ആത്മീയ ദാഹം വേണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇടത്തും വലത്തും നിൽക്കുന്ന ആളുകൾ പറഞ്ഞേ ആത്മീയ ദാഹം ഉണ്ടാകണം എന്ന് പറഞ്ഞേ. രണ്ടാമത്തത്, എല്ലാ കാര്യങ്ങളിലും ആരെ ആശ്രയിക്കണം? ദൈവത്തെ ആശ്രയിക്കണം. മൂന്നാമത്തത്, മനസ്സിൽ എന്തുണ്ടായിരിക്കണം? ആന്തരിക സമാധാനം ഉണ്ടാകണം, മനസ്സമാധാനം ഉണ്ടാകണം, ആന്തരിക സമാധാനം ഉണ്ടാകണം. നാലാമത്തത്, ഹൃദയലാളിത്യം, എളിമയുണ്ടാകണം, എളിമയുള്ളവരായിത്തീരണം. അഞ്ചാമത്തത് പ്രത്യാശ, ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും. ആറാമത്തത് നല്ലൊരു ഐക്യം, ആത്മീയ ഐക്യം, കൂട്ടായ്മ ഉണ്ടാകണം. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി ഇപ്പോൾ പറഞ്ഞ 6 കാര്യങ്ങളും
നമ്മുടെ ഇവിടെ നിറയുന്നതിന് വേണ്ടി, ആത്മീയ ദാഹം നിറയുന്നതിന് വേണ്ടി, ദൈവാശ്രയം നിറയുന്നതിന് വേണ്ടി, ആന്തരിക സമാധാനം നിറയുന്നതിന് വേണ്ടി, ഹൃദയ ലാളിത്യം നിറയുന്നതിന് വേണ്ടി, പ്രത്യാശ നിറയുന്നതിന് വേണ്ടി, ഐക്യ കൂട്ടായ്മ നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തികൾ നിറയുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് ശക്തിയുള്ള